ഒരു സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്. 1+1+1 = 3. സിമ്പിളാണ്. പക്ഷെ ഫെയ്ത്തിൽ വരുമ്പോഴേക്കും 1+1+1 = a big one. അതാണ് നമ്മുടെ ഫെയ്ത്ത്. അതിൻ്റെ പേരാണ് ട്രിനിറ്റി. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്. 3 വ്യക്തികളാണ്, പക്ഷെ അവരൊരുമിച്ച് കൂടുമ്പോൾ ഒറ്റ ദൈവമാണ്. 3 വ്യക്തികൾ ഒറ്റ ദൈവം, ആൻഡ് ദാറ്റ് ഈസ് അവർ ട്രിനിറ്റി. ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ത്രിത്വത്തെക്കുറിച്ച് പറയാം, അത് മിസ്റ്ററി എന്ന് പറയണം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ്, ദൈവിക രഹസ്യമാണ്. നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാകാൻ, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനപ്പുറമാണ് ദൈവിക രഹസ്യം എന്ന് പറയാം. അങ്ങനൊരു മിസ്റ്ററിയാണ് ട്രിനിറ്റി എന്ന് പറയാം. നമുക്ക് ഈ ലോകത്തുള്ള പല വസ്തുക്കൾ വെച്ചിട്ട്, ഒബ്ജക്ട്സ് വെച്ചിട്ട് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് എന്ന് നമുക്ക് ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. ഇതുപോലെയാണ്, പക്ഷെ അതല്ല ട്രിനിറ്റി. ത്രിത്വത്തിൽ 3 വ്യക്തികളുണ്ട്, 3 പേഴ്സൺസ് ഉണ്ട്. പക്ഷെ 3 പേരും ഒരുമിച്ച് നിൽക്കുന്നു, ഒറ്റ നാളമാവുന്നു. അവരൊരുമിപ്പിക്കുന്ന നാളത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്നേഹം. ഇറ്റ് ഈസ് ലവ്. ഇറ്റ് ഈസ് ലവ്. ഈ ലവ് ആണ് ത്രിത്വത്തെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവം ഒരു ഫാമിലിയാണ്. നമ്മളെല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത് എങ്ങനെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം ഒരാളല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ലെറ്റ് us make man in our image എന്ന് പറയാം. നമുക്ക് നമ്മുടെ ചായൽ എന്ന് പറയുമ്പോൾ ഒരാളല്ല അവിടെ 3 പേരാണ്. ഒരു 3 പേരും കൂടി എടുക്കുന്ന തീരുമാനം എന്താ? നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇവർ ഒരേപോലെ തീരുമാനിക്കുന്നു, ഒരേപോലെ ചിന്തിക്കുന്നു. ഇവരുടെ ഇടയിൽ സീക്രറ്റ് ഇല്ല, രഹസ്യങ്ങളില്ല, എല്ലാം പരസ്പരം അറിയുന്ന 3 വ്യക്തികൾ, പക്ഷേ ഒറ്റ ദൈവമാണ്. വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ ദൈവമായി മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം ഒരാളല്ല, ഒരു ഫാമിലിയാണ്. ഈ ട്രിനിറ്റിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്നറിയാമോ? നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. വി ആർ വൺ ലൈക്ക് അവർ ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വത്തെ പോലെ നമ്മൾ ഒറ്റയായിട്ട് ജീവിക്കുക. പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച നടത്തിയും കംഫർട്ട് ചെയ്തും നമുക്ക് ഒറ്റ കുടുംബമായിട്ട് ജീവിക്കാം. എല്ലാവർക്കും ഹാപ്പി ഹോളി ട്രിനിറ്റി സൺഡേ.